ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വിജയകരമായി 6 വീഡിയോസ് പൂർത്തിയാക്കി. അതിൽ തന്നെ ആദ്യം 3 വീഡിയോസ് കഴിഞ്ഞ് പിന്നെ ഉള്ള 3 വീഡിയോസിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. ഫസ്റ്റ് വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ 5 പോയിന്റ്സ് നിങ്ങളെല്ലാവരും പഠിച്ചു. ഒന്ന്, ഗവൺമെൻറ് ഏജൻസികളെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പഠിച്ചു. 3, സ്റ്റോക്ക് ബ്രോക്കറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. 4, ട്രേഡിംഗ് അക്കൗണ്ട് അഥവാ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. 5, മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ചും നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് വന്നപ്പോൾ വാട്ട് ഈസ് ഫോറക്സ് എന്നുള്ളതിനെ കുറിച്ച് ഏതാണ്ട് ബേസിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങി. അതിൽ നമ്മൾ കവർ ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫോറക്സ്, അതേപോലെ തന്നെ ഫോറക്സിൽ എന്തെല്ലാമാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. കറൻസി പെയറുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഫോറക്സ് മാർക്കറ്റിന്റെ ഒരു സൈസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്, എന്ത് മെത്തേഡാണ് അതിൽ ട്രേഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അത്രയും കാര്യങ്ങൾ രണ്ടാമത്തെ വീഡിയോയിൽ പഠിച്ചു. അതിൻ്റെ തേർഡ് പാർട്ടായപ്പോൾ നമ്മൾ ഫോറക്സിൻ്റെ ബേസിക്സ് കണ്ടിന്യൂ ചെയ്തു. ബേസ് കറൻസി, കോഡ് കറൻസി, അതുപോലെ തന്നെ ലോട്ട് സൈസുകൾ, അതുപോലെ തന്നെ പിപ്പ് വാല്യൂ എന്താണ്, അതുപോലെ തന്നെ ഓർഡർ ടൈപ്സുകൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി. ഈ സെഷനിൽ വരുന്ന 2 പോയിന്റ്സ് കൂടി ഉണ്ട്. അതിൽ ഡെമോ ട്രേഡ് എന്താണ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും, അതുപോലെ നമ്മൾ ഒരുപാട് ആഡ്സിലൊക്കെ കണ്ട പോലെ ഫോറക്സിൽ നിന്ന് ഒരാൾ വലിയൊരു മില്യനെയർ ആയിട്ട് മാറുന്നുണ്ടോ, ആക്ച്വലി അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ള ഈ 2 സംഗതികളാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ട്രേഡുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധമില്ലെങ്കിലും പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ട്രാക്ക് കയറി ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് വീഡിയോ ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ വീഡിയോസ് കാണുക. ഇതിലും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. കാരണം എല്ലാവരും ഒരേപോലെ സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഡെമോ ട്രേഡ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി അതാണ് ശരിക്കും പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടാവും. നമ്മുടെ ആദ്യ ടോപ്പിക് ഡെമോ ട്രേഡ് യുവർ വേ ടു സക്സസ് എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. നമ്മൾ സക്സസിലേക്കുള്ള ആക്ച്വൽ വഴിയാണ് ഈ ഡെമോ ട്രേഡ് എന്ന് പറയുന്നത്. ഡെമോ ട്രേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേപ്പർ ട്രേഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് അറിയോ? ഇത് നമ്മളെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പ്രാക്ടീസ് ചെയ്യാൻ, അത് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാം. ആക്ച്വലി നമ്മൾ ഒരു റിയൽ മണി റിസ്ക് ചെയ്യാതെ നമുക്കത് കണ്ടെത്താൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് ഡെമോ ട്രേഡ് അഥവാ പേപ്പർ ട്രേഡ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രാക്ടീസ്. ഓക്കെ, ഈ ഡെമോ ട്രേഡ് നിങ്ങൾ റിയൽ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു ആക്ച്വൽ ബിഹേവിയർ, ഈ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ശരിക്കും പരിചയപ്പെട്ട് വരുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ റിയൽ മണി ഡിപ്ലോയ് ചെയ്യാതെ തന്നെ ഒരു റിസ്ക്കും കൂടാതെ 0 റിസ്കിലാണ് നിങ്ങൾക്ക് മാർക്കറ്റിനെ പഠിക്കുന്നത് എന്നുള്ളത് ഏറ്റവും മികച്ചൊരു കാര്യമാണ്, അല്ലേ? പിന്നെ എല്ലാ ഫോറക്സ് ബ്രോക്കേഴ്സും അല്ലെങ്കിൽ ഒരുവിധം ഫോറക്സ് ബ്രോക്കേഴ്സൊക്കെ, പ്രധാനപ്പെട്ട ഫോറക്സ് ബ്രോക്കേഴ്സൊക്കെ നമുക്ക് ഡെമോ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഫോറക്സിൽ ആദ്യമേ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് റിയൽ മണി ഡിപ്ലോയ് ചെയ്തിട്ടൊന്നും ചെയ്യണ്ട. അതിനാണ് അവരൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് തരുന്നത്. ഇതെന്തിനാണെന്നറിയോ? ആക്ച്വലി റിയൽ മണി നമ്മൾ അതിലിടുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ബ്രോക്കേഴ്സ് ആ ഒരു സംഗതി നിങ്ങൾക്ക് തരുന്നത്. ഇനി എത്ര കാലം നിങ്ങൾക്ക് ഈ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു മറുപടി, ഒരുപാട് ആളുകൾ, എവരി വൺ ലേൺസ് അറ്റ് എ ഡിഫറെൻറ്റ് സ്പീഡ്. അങ്ങനല്ലേ? ഞാൻ പഠിക്കുന്ന സ്പീഡിലാവില്ല എൻ്റെ സുഹൃത്ത് പഠിക്കുന്നത്. സോ എനിക്ക് ഇത് പഠിച്ച് മനസ്സിലാക്കി എനിക്കൊരു സംഗതി എനിക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ എത്ര സമയം വേണമോ, 1 മാസമോ 2 മാസമോ 3 മാസമോ 6 മാസമോ, അതുവരെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. യു ഷുഡ് ഡെമോ ട്രേഡ് അണ്ടിൽ യു ഡെവലപ്പ് എ സോളിഡ് ആൻഡ് പ്രോഫിറ്റബിൾ സിസ്റ്റം ബിഫോർ യു ഈവൻ തിങ്ക് അബൌട്ട് പുട്ടിങ് റിയൽ മണി ഓൺ ദ ലൈൻ. ഇത് നിങ്ങൾ ശരിക്കും അടിവരട്ട് എഴുതി വെച്ചോളൂ. ഒരു സോളിഡ് ആയിട്ടുള്ള, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് എഴുതി വെച്ച് നിങ്ങൾക്കത് വിശ്വാസമാവുന്നത് വരെ, അതാണ് നിങ്ങൾ ഡെമോ ട്രേഡിൽ ചെയ്യേണ്ട കാലാവധി. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈസ് എവരി വൺ പ്രോഫിറ്റബിൾ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് ഏതാണ്ട് ഒരു കണക്ക് കിട്ടും. നോട്ട് അറ്റ് ആൾ. ഇൻ ഫാക്ട് സം സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് 95% ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സ് ലോസ് മണി ഇൻ ദ മാർക്കറ്റ്സ്.
ഈ അവസ്ഥ ഇന്ത്യൻ മാർക്കറ്റിലെ അവസ്ഥ 95% ആണെങ്കിൽ നഷ്ടക്കാർ ദിവസേന നഷ്ടക്കാർ അല്ലെങ്കിൽ ഓവറാൾ നഷ്ടക്കാർ 95% ഉണ്ടെങ്കിൽ 7-7.5 ട്രില്യൺ ബിസിനസ് നടക്കുന്ന ഫോറക്സ് മാർക്കറ്റിൽ ഈ നഷ്ടത്തിന്റെ കണക്ക് എന്തായിരിക്കും? നിങ്ങൾ വെറുതെ ഒന്ന് ഏതാണ്ട് ഇതൊക്കെ പോലൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. 90% കൂട്ടിക്കോളൂ. അപ്പൊ 90% ആളുകളും വൈ ലോസേഴ്സ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു മറുപടിയാണ് ദേ ആർ നോട്ട് പ്രാക്ടീസിങ് വെൽ. അതാണ് അതിലെ കാര്യം. അവർ ഒരു പ്രാക്ടീസും ഇല്ലാതെയാണ് അവർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈവൻ ഞാൻ പോലും തുടക്കത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത് കേൾക്കുന്ന ഓരോ ആളുകളും നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങൾ ട്രേഡിങ് കേൾക്കാൻ തുടങ്ങിയിട്ട് മതിയായ പ്രാക്ടീസ് വന്നിട്ട് ഒരു പ്രൂവൻ സ്ട്രാറ്റജി വെച്ചിട്ടാണോ പിന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്? എങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. നിങ്ങൾ ആ ശേഷിച്ച 5% വിന്നേഴ്സിന്റെ ലിസ്റ്റിലായിരിക്കും വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോവാം. അതല്ലാത്ത ആളുകൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഈ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 5% ആളുകൾ വിന്നേഴ്സിന്റെ ആളുകളെ ലിസ്റ്റിൽ എങ്ങനെ നമുക്ക് കയറിക്കൂടാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിനുള്ള ഉത്തരം. മതിയായ പ്രാക്ടീസ് ഇല്ല. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യാം. അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആ ഒരു സമയം എത്തുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഡെമോ അക്കൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് അത് വരുന്നത്. ഓക്കെ, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അയാൾക്കൊരു പ്രൂവൺ സ്ട്രാറ്റജി വേണം. പേപ്പർ ട്രേഡ് ചെയ്തിട്ടോ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തിട്ടോ അയാൾ എന്ത് ചെയ്യണം? അയാളത് ആ ഒരു സ്കില്ല് നേടിയെടുക്കണം. അതിനുശേഷം മാത്രമാണ് അയാൾക്ക് റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റാൻ എന്തും പറ്റും. നല്ലത് തടിക്ക് നല്ലത് അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കറൻസിയിൽ ഡെമോയിൽ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കറൻസി പെയർ, ഏതെങ്കിലും ഒരു കറൻസി പെയറിൽ ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. അത് നമ്മളെ എന്താക്കും അറിയോ? ബ്രൂസ്ലി പണ്ട് പറഞ്ഞ പോലെ 10,000 സ്കില്ല് പഠിച്ച ഒരാളെ അല്ലെങ്കിൽ കിക്ക് പഠിച്ച ഒരാളൊന്നും എനിക്ക് പേടിയില്ല. ഒരു കിക്ക് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെ അയാളെ എനിക്ക് പേടിയെന്ന് ബ്രൂസ്ലിന്റെ ഒരു ഇന്റർവ്യൂവിൽ ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ആ ഒരു കിക്കാണ് അയാൾ 10,000 തവണ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ അയാൾ ഒരു മാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെമോ ട്രേഡ് ചെയ്ത് നമ്മളത് കിട്ടുക അതിന്റെ വിന്നിങ് റേറ്റ് നമ്മളിങ്ങോട്ട് എഴുതി ഉറപ്പ് വരുത്തണം. അതെങ്ങനെയാന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാൻ യു ഗെറ്റ് റിച്ച് ബൈ ട്രേഡിങ് ഫോറക്സ്? അല്ലെ, എല്ലാ ആളുകളും ഫോറക്സ് തിരഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് പൈസക്കാരനാവാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മളെ കയ്യിൽ എത്ര കാശുണ്ട് അതാദ്യം ചിന്തിക്കാം. നിങ്ങൾക്കൊരു മില്യനെയർ ആയിട്ട് ഉയരണമെങ്കിൽ, പെട്ടെന്ന് മില്യനെയർ ആയിട്ട് ഉയരണമെങ്കിൽ മിനിമം നിങ്ങളൊരു 50 ലക്ഷം കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു 10 ലക്ഷമെങ്കിലും മിനിമം പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് വരുന്ന ഒരു 2, 3, 4, 5 വർഷം കൊണ്ട് അത്യാവശ്യം നല്ല കോടികൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം തികഞ്ഞ ഒരാളാണെങ്കിൽ മാത്രം കേട്ടോ. അതല്ലെങ്കിലോ ആ 10 ലക്ഷം 10 ദിവസം അല്ലെങ്കിൽ 10 ആഴ്ച അത്രേ അതിന് കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും അത് മുഴുവൻ സീറോ ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ ഫസ്റ്റ് സെഷനിൽ നമ്മൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കും എന്താവാൻ പറ്റൂല? ട്രേഡിങ്ങിൽ നിന്ന് ഒരു റിച്ചസ്റ്റ് പേഴ്സൺ ഒന്നും ആവാൻ പറ്റൂല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്ര നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവും, വലിയ എമൗണ്ട് കൊണ്ടുവന്നിട്ടിട്ട് ചെറിയ രൂപത്തിൽ ട്രേഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൂടേന്ന്, അല്ലെ? അതും പറ്റൂല. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ സൈക്കോളജി അതിനെ നമ്മൾ അനുവദിക്കൂല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ ഒരു സംഗതി നിങ്ങൾ മറന്നേക്കുക. അപ്പോൾ എല്ലാ ട്രേഡേഴ്സിനും ഒരേപോലെ പറ്റുന്ന ഒരു തെറ്റെന്താണെന്നറിയോ? ഇതിൽ നല്ല ലാഭം ഉണ്ടാക്കും. ഒരു ദിവസം 10%, 20%, 50%, 100% ഒറ്റ ദിവസം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം വിത്തിൻ 2 or 3 വീക്സ് ഈ ഒരു മാർക്കറ്റിന്റെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പാൻഷൻ സ്റ്റേജ് മാർക്കറ്റിനുണ്ട്. ആ ഒരു സ്റ്റേജിനകത്ത് നമ്മൾ പെട്ടുപോകും. ആ ഒരൊറ്റ ദിവസം നമ്മൾ വിധി എഴുതും. അക്കൗണ്ടിലുള്ള മുഴുവൻ ഫണ്ടും, അതേ ദിവസം ഉണ്ടാക്കിയ മുഴുവൻ ഫണ്ടും നമ്മൾ മാർക്കറ്റിന് തന്നെ തിരിച്ചു കൊടുക്കും. ഈവൻ നമ്മുടെ കയ്യിലുള്ള കാശും കൂടി നമ്മൾ തിരിച്ചു കൊടുക്കും. സോ അതാണ് അതിലെ റിയാലിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഒരാൾ മില്യനർ ആവണമെന്നുള്ളത് വലിയൊരു പ്രോസസ്സിന്റെ എൻഡാണ് കേട്ടോ. അത് ഡെമോയിൽ ട്രേഡ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഫോറക്സ് ട്രേഡിംഗ് ഈസ് നോട്ട് എ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം എന്നാണ് പറയാം. പെട്ടെന്ന് പൈസക്കാരനാവുന്ന ഒരു സ്കീം അല്ല ഫോറക്സ് ട്രേഡിങ്. എന്തുകൊണ്ടെന്നറിയോ? ഒരു 4 ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഫോറക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കി മാർക്കറ്റാണ്, അല്ലെ? നമ്മളത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു. പിന്നെ ലെവറേജ്,
ഹൈ ലിവറേജ് ബ്രോക്കേഴ്സ് തരുന്ന ഒരു സംഭവമാണ് ഫോറക്സ്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 1 ലോട്ടിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതാണ്ട് 90 ലക്ഷം രൂപ വേണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 90 ലക്ഷം രൂപ ഇല്ലാതെ 1 ലക്ഷം രൂപയുള്ള ഒരാൾക്കും 90 ലക്ഷത്തിന്റെ കച്ചവടം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഫോറക്സ് എല്ലാവരും ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ബ്രോക്കേഴ്സ് തരുന്ന ഒരു ഹൈ ലിവറേജ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ വലിയ ലോട്ടുകളിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന അല്ലെങ്കിൽ യൂറോ ചെലവ് വരുന്ന കച്ചവടത്തിൽ പങ്കാളിയാവാൻ നമുക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബ്രോക്കർ നമുക്ക് 50 ഇരട്ടി മുതൽ 100, 200, 500, 1000, 2000 ഇരട്ടി വരെ തുകക്ക് ലോട്ട് വാങ്ങി കച്ചവടം ചെയ്യാനുള്ള പവർ, ക്യാരിങ് പവർ മറ്റേ ബ്രോക്കർ നമുക്ക് തരുന്നുണ്ട്. ആ സിസ്റ്റം എങ്ങനെയാണെന്ന് നമ്മൾ ശരിക്കും നമുക്കത് അറിയണമെന്നില്ല. പക്ഷെ നമുക്കത് എഫക്റ്റീവ്ലി നമുക്ക് കാണാൻ പറ്റും. $100 കൊണ്ടുവന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. $100 വെച്ചിട്ട് നമ്മൾ മൈക്രോ ലോട്ടിൽ 0.01 ട്രേഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു മൈക്രോ ലോട്ടിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ 1000 യൂണിറ്റ് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? 1000 യൂണിറ്റ് യൂറോക്ക് എത്ര രൂപ ആവും? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ $100 എന്ന് പറഞ്ഞാൽ ആകെ 10,000 രൂപയോളം മാത്രമേ വരുന്നുള്ളൂ. 10,000 വരൂല, 9,000 അല്ലെങ്കിൽ 8,500 എന്നൊക്കെ കൂട്ടിയാൽ മതി. അപ്പൊ ഇത്രയും സ്മോൾ എമൗണ്ടിന് നമുക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ബ്രോക്കർ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോറക്സിനെ ഏറ്റവും പോപ്പുലർ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സൈക്കോളജിക്കലി നമ്മൾ എന്തായിരിക്കും? ആക്രാന്തമുള്ള ആളുകളായി മാറും. സോ നമ്മൾ ലിവറേജ് സിസ്റ്റത്തെ നമ്മൾ പൂർണ്ണമായും നമ്മൾ മറക്കണം. അതതിനെക്കുറിച്ച് നമ്മൾ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് പൊസിഷൻ സൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാന്നൊക്കെ നമുക്ക് പറയാം. ലിവറേജ് അങ്ങോട്ട് മറന്ന് കളഞ്ഞേക്കുക. അവരെത്ര ലിവറേജ് തന്നാലും നമുക്ക് വിഷയമല്ല കേട്ടോ. സോ ഞാൻ പറയുന്നത് അത് നമ്മളെ ട്രേഡിംഗ് സൈക്കോളജി ബാധിക്കുന്ന കാര്യമാണ് ലെവറേജ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഒരാൾ പെട്ടെന്ന് ഉള്ളൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല ഫോറക്സ് എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഇതിൽ ഹൈ റിസ്ക് മേഖലയാണ്. ഇത് ഹൈ ലിവറേജ് തരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ലോട്ടിൽ കച്ചവടം ചെയ്യാൻ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെന്റലി ആഗ്രഹിക്കും. മൂന്നാമത്തത് കോമ്പറ്റീഷനാണ്. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, വലിയ എക്സ്പീരിയൻസ് ട്രേഡേഴ്സ്, അതുപോലെ തന്നെ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആൽഗോരിതംസ്, ബോട്ടുകൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ട് ട്രേഡിങ് നടക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ആളുകൾ ഇവരൊക്കെയാണ്. അപ്പോൾ സോ ഇറ്റ് ഈസ് ഹൈലി കോമ്പറ്റീറ്റീവ് ഏരിയ ആണ്. പിന്നെ നാലാമത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മളെ ഇമോഷണൽ കൺട്രോള്, നമ്മുടെ ഡിസിപ്ലിന്, നമ്മളെ എബിലിറ്റി ടു മാനേജ് റിസ്ക് എഫക്റ്റീവ്ലി, അതാണ് വേറൊരു കാര്യം. പിന്നെ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ നമ്മളൊരു മാസ്റ്റർഷിപ്പിലേക്ക്, ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ബി ചലഞ്ചിങ് ടു മാസ്റ്റർ, ലീഡിങ് ടു കോസ്റ്റ്ലി മിസ്റ്റേക്ക്. നമുക്ക് വലിയ വലിയ മിസ്റ്റേക്കുകൾ വരാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇത്രയും ചലഞ്ചുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ചലഞ്ചുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ഇതിലേക്ക് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആദ്യം ഡെമോ ട്രേഡിൽ തന്നെ ചെയ്യണം. ഇതൊരു പെട്ടെന്ന് പൈസക്കാരനാവുക എന്നുള്ള ഒരു സ്കീമിലേക്ക് നമ്മൾ വരാതെ, മറിച്ച് നമ്മളൊരു പ്രൂവൺ സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വരണം. അതൊക്കെ നമ്മൾ പഠിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം ഇതേപോലെ എഴുതി മനസ്സിലാക്കി വെച്ചോളൂ. ഒരുപാട് പ്രാക്ടീസും എക്സ്പീരിയൻസും പല തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ തുടർച്ചയായി എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങോട്ട് വരണം. മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ എടുക്കണം, അങ്ങനെ പോകുമ്പോൾ എന്ത് ട്രേഡ് എടുക്കണം, ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ക്ലോസ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം. ഒരാൾ പറയുന്നത് കേട്ടിട്ടല്ല മനസ്സിലാക്കേണ്ടത്, സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് നല്ല പ്രാക്ടീസ് വേണം. സോ ഇവിടെ എന്തില്ല? നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഇല്ല. ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒന്നുമില്ല. ദിവസേന ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മിനിമം നിങ്ങൾ ചാർട്ടിന് മുമ്പിൽ ഇരിക്കാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് കാര്യം. അത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി പ്രൂവൻ ചെയ്തിട്ട് ഒരു ട്രേഡിംഗ് മെത്തേഡ് ഒക്കെ പ്രൂവൻ ചെയ്തെടുക്കണം. ഞാൻ അതിനെക്കുറിച്ച് അടിപൊളിയായിട്ടൊരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യും. കാരണം ആ വീഡിയോ ചെയ്യാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോക്ക് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും, നിങ്ങൾക്ക് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റ് ആയിരിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഓക്കെ, ഈ ഒരു സിസ്റ്റം, ഈ ഒരു കാര്യം നിങ്ങൾ തലയിൽ കയറ്റി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ കാലത്തും നിങ്ങളത് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിന്ന് സക്സസ് ആവും. വി വിൽ ബിക്കം എ മില്യണയർ. അപ്പം നമ്മളൊരു മില്യണയർ ആവും. ഓക്കെ, അപ്പം മാത്രം. സോ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ലൈക്ക് കുറവാണ്, സബ്സ്ക്രൈബ് തീരെ കുറവാണ്, കമൻ്റ് ആണെങ്കിലോ തീരില്ല. നിങ്ങൾക്ക് മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ഡസൻറ്റ് മാറ്റർ. ഒരു ഉത്തേജനമാണ് അതൊക്കെ.
മാത്രമല്ല മാർക്കറ്റിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് ലൈക്കും കമൻറ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വർത്തിയായി എന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ